എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ISLുമായും ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള അപ്ഡേറ്റുകളിനെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. അതെ, നമ്മുടെ വീഡിയോ കാണുന്ന 90% ആൾക്കാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സോ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ചാനലിലെ വീഡിയോകളെല്ലാം കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ഒരു വാർത്ത എന്ന് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിട്ടുള്ള ഡിമിട്രിയസ് ഡയമൻഡക്കോസിന്റെയും അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യൻ എന്നറിയപ്പെടുന്ന എഡ്രിയൻ ലൂണയുടെയും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള കരാർ ഈ വർഷം അതായത് 2024 മെയ് 31 വരെ മാത്രമാണ്. തങ്ങളുടെ കരാർ അവസാനിച്ചാൽ തങ്ങൾ ടീം വിടുമോ എന്നാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. എന്നാൽ നിലവിലുയരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായിട്ടുള്ള ഡിമിട്രിയസ് ഡയമൻഡക്കോസിന്റെയും അതേപോലെ തന്നെ എഡ്രിയൻ ലൂണയുടെയും കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കാൻ ആലോചനയിലുണ്ട്, ഇല്ലെങ്കിൽ പുതുക്കാൻ തന്നെ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ നിലവിലെ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഈ ഒരു സീസണിലാവട്ടെ ഡിമിട്രിയസ് ഡയമൻഡക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 10 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 10 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളും 2 അസിസ്റ്റുമാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു താരമായിട്ടുള്ള എഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 9 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 9 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകളും 4 അസിസ്റ്റുമാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായും ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അതെ, നിലവിലുയരുന്ന ഒരു റൂമറുകൾ പറയുന്നത് ഇങ്ങനെയാണ്: മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സൂപ്പർ താരമായിട്ടുള്ള സഹൽ അബ്ദുൾ സമദ് മോഹൻ ബഗാനിൽ നിന്ന് പടിയിറങ്ങാൻ സാധ്യത ഉണ്ട് എന്നാണ് നിലവിലുയരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്തായാലും ഈ ഒരു സീസണിൽ സഹൽ അബ്ദുൾ സമദിന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ കുറച്ച് മത്സരങ്ങൾ മാത്രമേ കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം താരത്തിന് പരിക്കുപറ്റി പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും സഹൽ അബ്ദുൾ സമദ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിടുമെന്നുള്ളത് ചെറിയൊരു റൂമർ മാത്രമാണ്. അല്ലാതെ ഈ കാര്യം അവർ ഒഫീഷ്യലായി അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഇതോടൊപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കായിക വീഡിയോകളൊക്കെ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.